ഓണാട്ടുകരയാകെ നാടിന്റെ മഹോത്സവമായ ചെട്ടികുളങ്ങര കുംഭഭരണി ആഘോഷത്തിന് തയ്യാറായി കഴിഞ്ഞു. ചൊവ്വാഴ്ച അതിരാവിലെ മുതൽ ദേവിയുടെ തിരുനടയിലേക്ക് സമർപ്പണത്തിന്റെ പുണ്യം തേടി കുത്തിയോട്ടക്കുരുന്നുകൾ ഘോഷയാത്രയുടെ അകമ്പടിയിൽ വന്നെത്തുമ്പോഴേക്കും കുംഭഭരണി മഹോത്സവത്തിന് നാന്ദിയാകും. വൈകിട്ട് അമ്പരചുംബികളായ കെട്ടുകാഴ്ചകളും ചെട്ടികുളങ്ങര ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കുന്നതോടെ ഓണാട്ടുകര പൂരം പാരമ്യത്തിലാകും. ഒരുമയുടെയും ഒത്തിണക്കത്തിന്റെയും ഗരിമയുള്ള ഓണാട്ടുകരയുടെ പൂരമായ ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തിന്റെ ആരവത്തിൽ അലിഞ്ഞിരിക്കുകയാണ് നാടും നഗരിയും. ചൊവ്വാഴ്ച അതിരാവിലെ മുതൽ ദേവിയുടെ തിരുനടയിലേക്ക് സമർപ്പണത്തിന്റെ പുണ്യം തേടി കുത്തിയോട്ടക്കുരുന്നുകൾ ഘോഷയാത്രയുടെ അകമ്പടിയിൽ വന്നെത്തുമ്പോഴേക്കും കുംഭഭരണി മഹോത്സവത്തിന് നാന്ദിയാകും. ശിവരാത്രി നാൾ മുതൽ ആരംഭിച്ച കുത്തിയോട്ട വഴിപാടുകളും കെട്ടുകാഴ്ചകളും ചെട്ടികുളങ്ങര ഭഗവതിക്ക് മുൻപിൽ സമർപ്പിക്കുന്നതോടെയാണ് മഹോത്സവം കലാശത്തിലേക്ക് എത്തുന്നത്. ഇത്തവണ 14 കുത്തിയോട്ട വഴിപാട് സമർപ്പണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വഴിപാട് നടത്തുന്ന ഭവനങ്ങളിൽ നിന്നുള്ള കുത്തിയോട്ട ഘോഷയാത്രകൾ രാവിലെ ആരംഭിച്ച് ഉച്ചയ്ക്ക് മുൻപായി തന്നെ ക്ഷേത്രത്തിലെത്തിച്ചേരും. കുത്തിയോട്ട ഘോഷയാത്രകൾ ക്ഷേത്രത്തിലെത്തിയ ശേഷം ചൂരൽ മുറിയുന്ന ചടങ്ങ് നടക്കുകയും തുടർന്ന് ചൂരൽ ഊരി ദേവിക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നതോടെ കുത്തിയോട്ട ചടങ്ങുകൾ പൂർണ്ണതയിലെത്തും. കൊഞ്ചും മാങ്ങായും കൂട്ടിയുള്ള ഉച്ചയൂണിന് ശേഷം കരക്കാറൊന്നാകെ കെട്ടുകാഴ്ചയുടെ സമീപത്തേക്ക് എത്തുന്നതാണ് അടുത്ത ഘട്ടം. ദിവസങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിർമ്മിച്ച കെട്ടുകാഴ്ച ഉരുപ്പടികളെ വലിയ വടം കെട്ടി വലിച്ച് ക്ഷേത്രത്തിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉച്ച കഴിയുന്നതോടെ ആരംഭിക്കും. വയലുകളിലൂടെയും ഗ്രാമവീഥികളിലൂടെയും റോഡിലൂടെയും ചാഞ്ഞും ചരിഞ്ഞും ആവേശത്തിന്റെ ആർപ്പുവിളികൾ ഉയർത്തി കെട്ടുകാഴ്ചയെ ഭഗവതിയുടെ സന്നിധിയിൽ ആപാലവൃത്തം ജനങ്ങൾ ചേർന്ന് എത്തിക്കും. കരകളുടെ ക്രമത്തിൽ ദേവീ ദർശനം നടത്തിയ ശേഷം കാഴ്ചക്കണ്ടത്തിലേക്ക് ഇറക്കി വെക്കുകയും ചെയ്യും. ഭഗവതി ക്രമപ്രകാരം കെട്ടുകാഴ്ചകൾക്ക് മുന്നിലെത്തി കരക്കാരെയും ഭക്തരെയും അനുഗ്രഹിച്ച് ക്ഷേത്രത്തിലേക്ക് മടങ്ങുന്നതോടെയാണ് കുംഭഭരണി മഹോത്സവത്തിന് സമാപനമാകുന്നത്. കുംഭഭരണിയോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാത്രിയിൽ കുംഭഭരണി സമ്മേളനം നടത്തുന്നുണ്ട്. സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്ക് വേലകളിയും 3:30 കെട്ടുകാഴ്ചകൾക്ക് മുന്നിൽ ഭഗവതിയുടെ എഴുന്നള്ളത്തുമുണ്ടാകും. കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ക്ഷേത്രത്തിലെ 13 കരകളുടെ ഏകീകൃത സംഘടനയായ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ ഭാരവാഹികൾ പറഞ്ഞു. ശിവരാത്രിയുടെ അന്ന് ഓരോ കരകളിലും അമ്മയുടെ മക്കൾ അമ്മയ്ക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചകളുടെ നിർമ്മാണം ആരംഭിച്ച് അതേതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ എല്ലാ കെട്ടുകാഴ്ചകളുടെയും നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഭരണിയുടെ അന്ന് രാവിലെ 4 മണിയോടുകൂടി ഓരോ ഭവനത്തിൽ നിന്നും കുത്തിയോട്ടം പുറപ്പെടുകയും ആ കുത്തിയോട്ടം ക്ഷേത്രത്തിൽ ക്രമമനുസരിച്ച് കയറി ഏതാണ്ട് 12 മണിയോടുകൂടി 14 കുത്തിയോട്ടങ്ങളും കയറി ആചാരപരമായ കാര്യങ്ങൾ ചെയ്തു തീർത്തതിന് ശേഷം വൈകിട്ട് 3 മണി മുതൽ അമ്മയുടെ മക്കൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്ന കെട്ടുകാഴ്ചകൾ ആഘോഷപരമായിട്ട് ക്ഷേത്രത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കാഴ്ചക്കണ്ടത്തിൽ അത് പൂർണ്ണമായിട്ടിരിക്കാൻ പറ്റാത്തതിനാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചക്കണ്ടത്തിൽ അതായത് നമ്മൾ ഓരോ കുതിരകൾക്കും ഉള്ള സ്ഥലം നിർണ്ണയിക്കുകയാണ്. നിർണ്ണയിച്ച് ആ സ്ഥാനത്ത് വന്ന് കുതിര ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ 13 കെട്ടുകാഴ്ചകളും ഏതാണ്ട് 10 മണിയോടുകൂടി മുമ്പായിട്ട് കാഴ്ചക്കണ്ടത്തിൽ അണിനിരന്നതിന് ശേഷം അമ്മയുടെ ദീപാരാധന നടക്കുകയും ദീപാരാധന നടന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് ഓരോ കരകൾക്കും നൽകുന്ന ഗ്രാൻഡ് ആ ഗ്രാൻഡ് വിതരണ സമ്മേളനം നടക്കുന്നതായിരിക്കും. ആ ഗ്രാൻഡ് വിതരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ ആയിരിക്കും. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ്, ദേവസ്വം ബോർഡ് മെമ്പർമാർ, MP-മാർ, MLA-മാർ, ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ എന്നിവർ പങ്കെടുക്കുന്ന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും നടത്തി വരാറുള്ള മേജർ സെറ്റ് കഥകളി നടക്കുന്നതായിരിക്കും. അമ്മയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന കെട്ടുകാഴ്ചകളുടെ അടുക്കലേക്ക് നീങ്ങുകയും ഏതാണ്ട് 6 മണി വരെ ഓരോ കരകളുടെ മുമ്പിൽ മാറി എഴുന്നള്ളിപ്പ് നടത്തി സമാപിക്കുന്നു. ഏതാണ്ട് 6 മണിയോടുകൂടി അമ്മ തിരിച്ച് അകത്ത് എഴുന്നള്ളിച്ചതിന് ശേഷം ഓരോ കരകളും തിരിച്ച് ആ കരകളുടെ ആസ്ഥാനത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. അതോടുകൂടി ഈ വർഷത്തെ കുംഭഭരണിക്ക് സമാപനം കുറിക്കുന്നതായിരിക്കും. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ ഏകദേശമെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. 13 കെട്ടുകാഴ്ചകൾ അതാത് കരകളുടെ ആസ്ഥാനത്ത് കെട്ടുകാഴ്ചയുടെ നിർമ്മാണങ്ങളും പൂർത്തീകരിച്ചു. അതിൻ്റെ നാളെ വൈകുന്നേരം 4 മണിയോടുകൂടി കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചു തുടങ്ങും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കരകളുടെ ഭാഗത്തു നിന്ന് ചെയ്തു കഴിഞ്ഞു. കെട്ടുകാഴ്ചകൾ ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ
ആ ക്ഷേത്രത്തിൽ അതാത് സ്ഥാനങ്ങൾക്ക് ക്രമവും മുറയും അനുസരിച്ച് കീഴ്വഴക്ക പ്രകാരം ഇരിക്കുന്നതിനുള്ള കാഴ്ചക്കണ്ടം ഒരുക്കുക, മറ്റ് ക്ഷേത്രത്തിലെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക. ഈ പ്രവർത്തനങ്ങൾ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റിൻ്റെയും ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ അതും പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകണമെന്നും ഭഗവതിയുടെ നാമത്തിൽ ശ്രീദേവിലാസം ഹിന്ദുമത കൺവെൻഷൻ ട്രസ്റ്റ് അഭ്യർത്ഥിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ എത്തുന്ന കുത്തിയോട്ടങ്ങളെ ക്ഷേത്രവളപ്പിൽ 200ഓളം വോളണ്ടിയർമാർ നിയന്ത്രിക്കും. ക്ഷേത്രത്തിന് തെക്ക് കിഴക്ക് വടക്ക് വശങ്ങളിലെ ഗേറ്റുകളിലൂടെ എത്തുന്ന കുത്തിയോട്ടങ്ങളെ മുൻഗണനാക്രമത്തിലാണ് അകത്തേക്ക് പ്രവേശിപ്പിക്കുക. കുംഭഭരണി നാളിൽ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ മുഴുവൻ സമയവും ദർശന സൗകര്യവും ലഭിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ 4:30 തുറക്കുന്ന ക്ഷേത്രനട അടുത്ത ദിവസം ഉച്ചപൂജയ്ക്ക് ശേഷം മാത്രമേ അടയ്ക്കുകയുള്ളൂ. കുംഭഭരണിയോടനുബന്ധിച്ച് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. CDNet ന്യൂസ്, ചെട്ടികുളങ്ങര.